ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ എക്സ്റ്റേണൽ മൈക്കിനെ കുറിച്ചാണ്. ഒരു പഴയ ഇയർഫോണിൻ്റെ മൈക്ക് ഉപയോഗിച്ചിട്ട് ഒരു 10-15-20 മീറ്റർ ദൂരെ നിന്ന് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉപകാരപ്രദമായ ഒരു മൈക്ക്. വലിയ വില കൂടിയ മൈക്കൊന്നും നമുക്കിപ്പോൾ വാങ്ങാൻ പുതിയ യൂട്യൂബേഴ്സൊന്നും സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ പൈസ ചിലവിൽ നമ്മൾ സാധാരണ ഇയർഫോണിൻ്റെ മൈക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് മൈക്ക് കേട്ടോ. ഇത് നമ്മൾ പഴയ നോക്കിയ ഇയർഫോണിൻ്റെ കൂടെ വന്നൊരു മൈക്കാണ്, ക്ലിപ്പ് ഉള്ളത്. അപ്പോൾ ക്ലിപ്പ് ടൈപ്പ് ഇങ്ങനത്തെ കിട്ടുന്നതാണ് നമുക്ക് സുഖമായിട്ട് ഇടാം, ഷർട്ടിനെല്ലാം ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു സർക്യൂട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഒരു ഇതുപോലത്തെ ഒരു ബോക്സിൽ ഇത് സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ അതിൻ്റെ ചാർജ് ചെയ്യാനുള്ള ഇതുണ്ട്. 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു കൺട്രോൾ ഇതിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മൈക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഫോണിലെ ക്യാമറ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് അതിന് സപ്പോർട്ട് ആവില്ല. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ആപ്പ്, ക്യാമറ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഓപ്പൺ ക്യാമറ എന്നൊരു ആപ്പാണ്. അതിൽ എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആപ്പ് ഉപയോഗിക്കാം, എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം. അത് ഇൻസ്റ്റാൾ ചെയ്ത് ആ ക്യാമറ വെച്ച് ഉപയോഗിക്കുന്നത് മാത്രമേ നമ്മൾ ഈ എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. നമ്മൾ സാധാരണ നമ്മളെ ഫോണിലെ ക്യാമറയിൽ ഈ മൈക്ക് സപ്പോർട്ടാവില്ല. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു സർക്യൂട്ട് അസംബിൾ ചെയ്തെടുക്കണം. സർക്യൂട്ട് ഡയഗ്രാം സ്ക്രീനിൽ കാണാൻ കഴിയും. ഒരു ചെറിയ പീസ് കോമൺ ബോർഡിൽ ചെയ്താൽ മതി. വീഡിയോ കണ്ട് മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. കുറഞ്ഞ പാർട്സുകൾ മാത്രം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും എളുപ്പത്തിൽ ഇത് നിർമ്മിക്കാൻ കഴിയും. ഇതൊരു മൈക്ക് പ്രിയാമ്പ് കേട്ടോ. ഇത് മൈക്കിൽ നിന്ന് വരുന്ന സിഗ്നലിനെ നമ്മൾ ഫോണിലേക്ക് സിഗ്നലിനെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഇതൊരു പ്രീസെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ സിഗ്നലിനെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അടുത്ത് നമ്മൾ പഴയ ഇയർഫോണിൻ്റെ മൈക്കാണ് നമുക്ക് ആവശ്യം. മൈക്കും അതിൻ്റെ പിന്ന് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കട്ട് ചെയ്ത് അതിൻ്റെ മോൾഡിങ്ങൊക്കെ ഒഴിവാക്കി, സോൾഡറിങ്ങൊക്കെ ഒഴിവാക്കി പിന്നെ മാത്രമായിട്ട് എടുക്കുക. പിന്നിൻ്റെ ഏറ്റവും 4ാമത്തെ കണക്ഷനാണ് മൈക്കിൻ്റെ നെഗറ്റീവ്, 3ാമത്തെ കണക്ഷൻ മൈക്കിൻ്റെ പോസിറ്റീവാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഷീൽഡ് വയറാണ് ആവശ്യം. സിംഗിൾ കോർ ഷീൽഡ് വയറാണ് വേണ്ടത്. നമുക്കിപ്പോൾ എനിക്ക് ഇവിടെ 2 കോർ ഷീൽഡ് വയറാണ് കിട്ടിയത്. അതുകൊണ്ട് അതിൽ ഒരു വയർ ബ്ലാക്ക് വയർ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ്. 15 മീറ്റർ കേബിളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പിന്നുകൾ തമ്മിൽ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി ഒരു സ്ലീവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ സോൾഡറിങ് പിന്നിലേക്കുള്ള സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ സോൾഡർ ചെയ്ത് വെക്കുക. ഈ സർക്യൂട്ടും ബോർഡും ബാറ്ററിയൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോക്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇഷ്ടമുള്ള ബോക്സ് നിങ്ങൾക്ക് എടുക്കാം. ബോക്സിൽ ചാർജിങ് സോക്കറ്റ്, ഓൺ ഓഫ് സ്വിച്ച്, ഇൻ ഔട്ട് വയർ എടുക്കാൻ ഹോള് എന്നിവ ഇട്ട് വെക്കുക. ഇതിൽ 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ബാറ്ററി നിങ്ങൾ പഴയ പവർ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററി പൊളിച്ച് അതിൽ നിന്നൊക്കെ നല്ല ബാറ്ററി കിട്ടും. അങ്ങനത്തെ ബാറ്ററി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1.5ൻ്റെ ഡ്രൈ സെല്ല് വണ്ടിക്കൽ ഉപയോഗിക്കാം. ഇങ്ങനത്തെ ബാറ്ററി ആകുമ്പോൾ നമുക്ക് റീചാർജ് ചെയ്യാനും കൂടി കഴിയും. അതിൻ്റെ കൂടി ഇതിലാണ് ഈ സർക്യൂട്ട് ഉണ്ടാക്കിയത്. ഓക്കെ, ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 22 ഓംസ് റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. 1N4007 ഡയോഡ്
ഉപയോഗിച്ചിട്ടുണ്ട്. ഡയോഡിൻ്റെ അരയുള്ള ഭാഗം പോസിറ്റീവിലേക്ക് കൊടുക്കുക. മൈക്കിൻ്റെ സ്റ്റാറ്റസ്, ഓൺ ഓഫ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടൊരു റെഡ് LED നമ്മളിതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. റെഡ് LEDയുടെ നീളമുള്ള പിന്ന് നെഗറ്റീവും നീളം കുറഞ്ഞ പിന്ന് പോസിറ്റീവുമാണ്. അത് കറക്റ്റ് കൊടുക്കുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊബൈലിൽ നിന്ന് വരുന്ന കണക്ഷൻ നമ്മൾ ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ ഔട്ടിലാണ് കൊടുക്കുന്നത്. സർക്യൂട്ട് ഇന്നിൽ മൈക്കിൽ വരുന്ന കണക്ഷനാണ്. ഇത് തമ്മിൽ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഫ്രണ്ട്സ്, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോസാണ് ഉണ്ടാവുക. മൈക്കിൻ്റെ ക്ലാരിറ്റിയും പെർഫോമൻസും കുറിച്ച് നിങ്ങൾ കേട്ട് അഭിപ്രായം പറയുക, കമൻ്റ് ഇടുക. മൈക്ക്, പഴയ നേരത്തെ ചെയ്ത മൈക്ക് അതിൻ്റെ ഓപ്പൺ ചെയ്ത് മൈക്കിൽ നിന്നുള്ള സ്പീക്കറിലേക്കുള്ള വയറും ഇൻപുട്ട് വയറും ഒഴിവാക്കുക. നമുക്ക് മൈക്കിൻ്റെ കണക്ഷൻ മാത്രമേ ഇതിൽ ആവശ്യമുള്ളൂ. മൈക്കിന് നെഗറ്റീവ് പോസിറ്റീവ് കണക്ഷനുണ്ട്. അത് ഇതിൽ ബോർഡിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. രണ്ട് സ്പീക്കറിൻ്റെ ഓരോ വയറും മൈക്കിൻ്റെ ഒരു വയറും തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാതെ കൊടുക്കുക. ഓക്കെ. അപ്പോൾ മൈക്കിൻ്റെ വർക്ക് കഴിഞ്ഞ് ഈ ബോക്സ് നിങ്ങൾക്ക് മനോഹരമായ ബോക്സിൽ ആക്കി സെറ്റ് ചെയ്യാം. ഓക്കെ. ഓപ്പൺ ക്യാമറ ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ സെറ്റിങ്സിൽ പോയി വീഡിയോ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ റെക്കോർഡ് ഓഡിയോ ഓൺ ചെയ്ത് വെക്കുക. ഓഡിയോ സോഴ്സ് ക്ലിക്ക് ചെയ്ത് എക്സ്റ്റേണൽ മൈക്ക് സെലക്ട് ചെയ്ത് വെക്കുക. പിന്നെ ക്യാമറ പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഷോ ഓഡിയോ ലെവൽ മീറ്റർ അത് ഓണാക്കി വെക്കുക. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എന്തായാലും ഉപകാരപ്രദം ആകും അല്ലേ? ഓക്കെ. ഒരുപാട് പേര് ഇതുപോലെ മൈക്കിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. വലിയ പൈസയുടെ മൈക്ക് എല്ലാം വാങ്ങാൻ കഴിവില്ലാത്ത കുറേ എന്നെപ്പോലത്തെ കുറേ ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം ഉപകാരപ്രദമാകും എന്തായാലും. ഓക്കെ. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.